വേണ്ട. അത് കഴിക്കും. വേണ്ട. അപ്പം എത്ര കാശായി? അപ്പൊ അല്ലല്ലോ, പഴല്ലേ തിന്നത്. പഴം തിന്നതിന്റെ കാശ് എത്രയാണെന്നാ ചോദിച്ചേ? 16. ആരുടെ? പഴത്തിന്റെ. ആ, ഞാൻ വിചാരിച്ചു നിന്റെ അച്ഛന്റെ അന്ന്. ചേട്ടാ ലൈൻ മാറിപ്പോവല്ലേ. അവന്റെ അച്ഛനെ പറയാതെ കഞ്ചാവിനെ കുറിച്ച് ചോദിക്ക്. അതിനാദ്യം ഞാൻ ഞൊല്ലൊന്ന് അടുപ്പിക്കട്ടെ. ഈ കട മോന്റെ? അതിനെനിക്ക് മോനില്ലല്ലോ. അതെ, ഇത് വിളഞ്ഞു വിത്തോ? വിളയാനെന്താ വെള്ളരിക്ക? അതെനിക്കിഷ്ടായി. നിന്റെ പേരെന്താ? ബാബു. ബാബുവിനെ വീട്ടിലെന്താ വിളിക്ക? എടാ ബാബു. അപ്പോ ബാബുവാണോ ഈ കട നോക്കണേ? അല്ല, ഇവിടെ വരുന്നവരും വഴി കൂടെ പോകുന്നവരും ഒക്കെ നോക്കും. മതി ചെക്കനെ അടുപ്പിച്ചത്. ചോദിക്ക്, കഞ്ചാവ് എവിടാന്ന് ചോദിക്ക്. കഞ്ചാവല്ലടാ, സാമി. എന്നാൽ അത് സാമി ഉണ്ടാ? ഉണ്ട്. എങ്ങനെയാ റേറ്റ്? അത് പല റേറ്റാ. ഒന്ന് കാണാൻ പറ്റുമോ? വണ്ടി ഉണ്ടാ? വണ്ടി ഉണ്ടോന്നാ? വണ്ടി ഇല്ലല്ലോ, വണ്ടി. വണ്ടി ഉണ്ട്. ചേച്ചി, ഈ കടയിൽ നോക്കിക്കോണം, ഞാനിപ്പ വരാം. ബാബുവേ. എന്താടോ? ഒന്നുമില്ലടോ. ചെക്ക, വണ്ടി ഓടാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയില്ല. ഇയാളോട് മിണ്ടാനിരിക്കാൻ പറ. എനിക്ക് ഇയാളെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. നീ എന്താ എന്നെ കല്യാണം കഴിക്കാൻ പോവാ? ചേട്ടാ, അല്ല, വണ്ടി എടുത്ത് നിർത്താ. ഒന്നില്ലെങ്കിൽ ഇയാളെ ഇറക്കി വിട്, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോ. എന്റെ മോനെ നീ ഒന്ന് ക്ഷമിക്ക്. എന്റെ മോനോ? അപ്പൊ എന്റെ എത്ര? അത് നിന്റെ അമ്മയോട് പോയി ചോദിക്കടാ, കുട്ടിപ്പിശാശേ. വണ്ടി വിട്. ആ, നിർത്ത് നിർത്ത്. എത്തി. ആ കാണുന്ന വീടില്ലേ, അവിടെ സാമി ഉണ്ടാ? അതെന്റെ വീടാ. അപ്പൊ സാമി എവിടെ? ഒന്ന് വന്നേ. അതെ, എന്റെ കടയില്ലേ, അതിന്റെ തൊട്ടടുത്ത സാമിയുള്ളത്. അണ്ണന്മാരെ, ഞാൻ നിങ്ങളെ പറ്റിച്ചതാ. ഉണ്ണാൻ വരാൻ വേറൊരു വഴിയും കണ്ടില്ല. സോറി. ഞാനൂല്ല അടുപ്പിച്ചിട്ട് ഇപ്പൊ എന്തായി? അവൻ 10 ഇവിടെ അടുത്ത് കൊത്തിയില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വണ്ടി തിരിക്കേ. ഒറിജിനൽ സാമി കണ്ടുപിടിച്ചതിന്റെ ബാക്കി കാര്യം. വണ്ടി കയറ്. വീട് കണ്ടിട്ട് സാമിയുള്ള ലക്ഷണ ഇവിടുന്ന് ഉറപ്പായിട്ട് കിട്ടും. എന്നാ ഉറപ്പിച്ച് പറയാൻ വരട്ടെ. സാമിയുടെ പേരിൽ ആ ചെക്കൻ എത്രയാ ചുറ്റിച്ചേ? അതൊക്കെ ഒരു നിമിത്ത. ഇനി ഇപ്പൊ സംഗതി കിട്ടിയ പോരെ? അത് മതി. പക്ഷെ ചെന്നങ്ങ് കേറിയ ഉടനെ അവരെടുത്ത് തരുമോ? വല്ല പോലീസുകാരാന്ന് വിചാരിച്ചാലോ? പിന്നെന്ത് ചെയ്യും? ചേട്ടനൊന്ന് അഭിനയിക്കണം. നീ ഒന്ന് തെളിച്ചു പറ. ചേട്ടാ, ഈ കഞ്ചാവിന് അടിമകളായിട്ടുള്ളവര് അത് കിട്ടാതെ വരുമ്പോ ഒരു പരവേശം വെപ്രാളവും ഒക്കെ കാണിക്കുന്നു കേട്ടിട്ടുണ്ട്. ഒരു ഭ്രാന്തിന്റെ അവസ്ഥയിൽ. ആ അവസ്ഥയിൽ ചേട്ടനെത്തണം അഭിനയത്തിലൂടെ. ഓ, അത്രയല്ലേ ഉള്ളൂ. അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ എത്ര നാടകത്തിൽ ഭ്രാന്തനായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയോ? തുറന്ന ഉടനെ തന്നെ ഭ്രാന്തനായിട്ട് അഭിനയിച്ചോണം കേട്ടാ. ആരാ? സ്വാമി. കേറിയിരിക്കൂ. അവരുടെ പുറത്ത് കയറിയിരിക്കാനാ പറഞ്ഞത്. എന്താ? കഞ്ചാവിന്റെ ചെടിയാണോ ഒന്ന് നോക്കിയതാ. കാണാൻ രണ്ടുപേരും വന്നിട്ടുണ്ട്. കണ്ടിട്ട് ബാധ ഇളകിയ പോലെ ഇരിക്കുന്നു. ചൂരൽ തയ്യാറാക്കി വെച്ചോളൂ. ബാധയെ ഈ ദിവാകരൻ സ്വാമി തളച്ചോളാം. എന്തെത്ര താമസം? എടുക്കാൻ ഇത്തിരി സമയാകും. സമയമായി ഉറപ്പിച്ചേക്ക്. സ്വാമിയെ ആർക്കാ ഇപ്പൊ ആവശ്യം? എനിക്കാ. ഞങ്ങള് കൊറേ സ്ഥലത്ത് അന്വേഷിച്ചേ. അപ്പഴാ പറഞ്ഞത് സ്വാമി ഇവിടെ ഉണ്ടെന്ന്. കിട്ടിയിട്ടേ ഇവിടുന്ന് പോവൂ. ഓഹോ, അപ്പൊ തീരുമാനിച്ച് ഉറപ്പിച്ചോ? ഞാൻ ഉറപ്പിച്ചു. നിങ്ങൾക്ക് ഉറപ്പിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. എങ്കിൽ ഒപ്പം പോന്നോളൂ. എന്നാ അങ്ങനെയാണ് പോട്ടെ. വണ്ടി രണ്ടുപേരും അങ്ങോട്ട് നിന്നോളൂ.
എവിടെ അടുപ്പില? അല്ല അവിടെ. ആ ആ. ഓ ഓ. ഭദ്രേ സർവശക്തി സ്വരൂപിയേ സ്വാഹ. ഓം രക്താംബികേ ഓം മഹാശക്തി സ്വരൂപിയേ. എന്തിനാ ചൂരിലെടുക്കണേ? സാധനം ചിലപ്പോ ചൂരലിനകത്തായിരിക്കും വെച്ചിരിക്കുക. സീക്രട്ട് അല്ലേ? എന്തിനാ താമസിപ്പിക്കണേ? ഇങ്ങോട്ട് തന്നോളൂ അല്ലേ? തരാം. രണ്ടുപേരും കണ്ണടച്ച് പരദൈവങ്ങളെ പ്രാർത്ഥിച്ചോളൂ. ഓ ഒഴിഞ്ഞു വയ്ക്കൂടെ? അങ്ങനെ എങ്ങനെയാ പോവാ? കിട്ടാനുള്ളത് കിട്ടിയിട്ട് ഞങ്ങള് പോവൂ. എന്നാ പിടിച്ചോ. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ചേട്ടൻ അത് കണ്ടോ? കണ്ടു. കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഈ അവസ്ഥയിലൊന്നും തോന്നുന്നില്ല. എനിക്ക് വയ്യ. എന്നാൽ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ എനിക്കും കുറേശ്ശെ തോന്നുന്നുണ്ട്. അവരെ കണ്ടാൽ അറിയാം കഞ്ചാവിന് അടിമകളാണെന്ന്. ദേ ഒരുമാതിരി പോക്കിരിത്തരം പറയരുത്. അതേതോ നല്ല വീട്ടിൽ പറഞ്ഞ കുട്ടിയാ. ചേട്ടൻ ആരെയും നോക്കുന്നേ? ദേ ആ പെണ്ണിനെ. ഓ ആ പെണ്ണിനെ അല്ല, അവിടെ ഇരിക്കുന്ന ആ ഗാങ്ങിനെ കണ്ടോ? അവരെ കണ്ടാൽ അറിയാം അവര് മാഫിയ ഗാങ് ആണെന്ന്. ഓ അത് ശരി, അങ്ങനെ വരട്ടെ. നമുക്ക് അവരുടെ പിന്നാലെ പോയി അവരുടെ താവളം കണ്ടുപിടിക്കാം. അതിനവര് താവളത്തിലേക്ക് പോയാലല്ലേ പിന്തുടരാൻ പറ്റൂ. എന്റെ സജി, ഇതിനൊക്കെ ഇത്തിരി ക്ഷമ വേണം. കാത്തിരിക്കുക, കാത്തിരുന്ന് കാണാം. എന്റെ ഈശ്വരാ, ദേ കെടുക്കണു. ഒന്നും പറ്റിയില്ല. അവനെ കണ്ടാലറിയാം അവൻ കഞ്ചാവിന് അഡിക്റ്റ് ആണെന്ന്. അയാളെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. എടോ ഞാനിത് ഇത്ര കണ്ടതാ. അവരെ ഡ്രഗ് എവിടെയാ കിട്ടാന്ന് പറഞ്ഞു കൊടുക്കുക. സജി, നീ ക്യാമറ എടുക്ക. ഫോളോ മീ. ഞാൻ പറയുന്ന ഷോട്ടുകൾ എടുത്താ മതി. കമോൺ. പുറത്തല്ലേ നമ്മൾ നിക്കണേ? എന്റെ പുറത്ത് കയറാൻ. ഞാൻ അവിടെ ഉണ്ട്. അതിലേ പോവാം.
എവിടെ പോയി കിടക്കാൻ ഞാൻ പേടിച്ചു പോയി. അവിടെ രണ്ടുപേര് പോകുന്നുണ്ട്. നമുക്ക് ഏറ്റവും നല്ല സെൻസേഷൻ ആയിട്ടുള്ള കവറേജ് ആയില്ലേ? അസലൊരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. ഇപ്പൊ നീ എന്നെ പറ്റി എന്ത് പറയണു?